നാരങ്ങയൊക്കെ കട്ട് ചെയ്ത് കുരുവൊക്കെ കളഞ്ഞ് റെഡിയാക്കി കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി കൊണ്ട് വെച്ച് നമ്മുടെ നാരങ്ങ അച്ചാറും കൊണ്ട് റെഡിയാക്കി എടുക്കാം. നാരങ്ങ അച്ചാർ റെഡിയാക്കാൻ ചട്ടി കൊണ്ട് എടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ചട്ടി നല്ല രീതിയിൽ ചൂടായി വരും. ചട്ടി വെച്ച് ചട്ടിയും ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ കൊണ്ട് ചേർത്ത് കൊടുക്കാം. എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് അല്പം കടുക് കൊണ്ട് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കടുകിലായിട്ട് കടുകെല്ലാം ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ചേരുവകൾ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. കാന്താരി, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില. ഇനി നല്ല രീതിയിൽ ഒന്ന് വഴറ്റി കൊണ്ടെടുക്കാം. ഇവിടെ ഇഞ്ചി, വെളുത്തുള്ളി, കാന്താരി, കറിവേപ്പില എല്ലാം ഒന്ന് വഴന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇപ്പം മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കാം. കായപ്പൊടി, ഉപ്പ് എന്നിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന നാരങ്ങ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. നാരങ്ങ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യണം. ഇതിലേക്ക് അല്പം വിനാഗിരി കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഒന്നുകൂടെ ഇളക്കി അങ്ങോട്ട് കൊടുത്ത് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേന് നമ്മുടെ നാരങ്ങ അച്ചാർ ഇവിടെ റെഡിയാകും. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നാരങ്ങ വെള്ള അച്ചാർ. നമുക്കിതൊരു 5 മിനിറ്റത്തേന് അടച്ചുകൊണ്ട് വെക്കാം. നമ്മുടെ നാരങ്ങ അച്ചാർ ഒന്ന് തുറന്നു നോക്കാം. അന്നേരം നമ്മുടെ നാരങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന്റെ ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. ഉപ്പൊക്കെ പാകത്തിന് തന്നെയുണ്ട്. ഇനിയും തീയൊക്കെ അങ്ങോട്ട് ഓഫ് ചെയ്ത് നല്ലപോലെ തണുത്തിട്ട് നല്ല ഗ്ലാസ് ബോട്ടിലിനകത്തിട്ട് അങ്ങോട്ട് വെക്കണം. ഇട്ട് വെച്ച് ഒരാഴ്ച എടുക്കാതെ അങ്ങോട്ട് വെച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ നാരങ്ങയുടെ കഷ്ണങ്ങളെല്ലാം നല്ലപോലെ അങ്ങോട്ട് അലിഞ്ഞ് അടിപൊളിയായിട്ട് അങ്ങോട്ട് മാറും. വളരെ വേഗത്തിൽ റെഡിയാക്കിയ നമ്മുടെ നാരങ്ങ വെള്ള അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പം ഉണ്ടാക്കാനും പറ്റും. നല്ല സാധനം ചോറിൻ്റെ കൂടും ഒക്കെ കഴിക്കാനും പറ്റുന്ന നല്ല കിടിലൻ നാരങ്ങ വെള്ള അച്ചാർ.